ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ഒരു വീക്കെൻഡിന്റെ എല്ലാ ആലസ്യങ്ങളും ഉള്ള ഒരു സമയം അല്പനേരം നമ്മൾ ഈ സൂം പ്രോഗ്രാമിൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സുഹൃത്തോ പരിചയക്കാരനോ ബന്ധുവോ വിളിച്ചതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ആശയത്തിന്റെ പ്രസക്തി കുറച്ചും കൂടെ ആധികാരികമായിട്ട് മനസ്സിലാക്കണമെന്ന ചിന്തയിൽ നിന്നായിരിക്കാം. ഏതായാലും ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യത്തെ യഥാർത്ഥ തലത്തിൽ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം വേണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. എന്നെ പരിചയപ്പെടുത്താൻ എന്റെ പേര് അബ്ദുൾ മജീദ് എന്നാണ്. സ്വദേശം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ്. ഈ സിസ്റ്റം 2024 ഏപ്രിൽ 2-ാം തീയതി വൈകിട്ട് 7:36 സൈനപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. 2024 മെയ് 7 മുതൽ ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു. വ്യത്യസ്തമായ ഒരു സാഹചര്യം, വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയർ, ഇതുവരെ കാണാത്ത ഒരു ലോജിക്കൽ തിങ്കിങ്, വളരെ കൃത്യമായ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിന്റെ വളർച്ച, അതിന്റെ സാധ്യത, ലോകനാളെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഡെവലപ്മെന്റ് എല്ലാം മനസ്സിലാക്കി തന്നെ ഇന്ന് ഇതിന്റെ പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇന്നത്തെ ഈ സൂം പ്രോഗ്രാമിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഈ ആശയത്തിന്റെ ചില സാധ്യതകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 11 മണിക്ക് വുഡ ടെക്നോളജി പ്ലാറ്റ്ഫോമിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സൂം പ്രോഗ്രാം ആയിട്ടുണ്ടാകും. ആ സൂമിന്റെ ലിങ്ക് എല്ലാവരും കളക്ട് ചെയ്യണം. കൃത്യസമയത്ത് തന്നെ ആ സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അതൊരു പ്രസന്റേഷൻ പ്രോഗ്രാം ആയിരിക്കില്ല, ഒരു ഓപ്പൺ ഡിസ്കഷൻ പ്രോഗ്രാം ആയിരിക്കും. ഒപ്പം ഈ പ്ലാറ്റ്ഫോമിന്റെ സാധ്യത മനസ്സിലാക്കി തരുന്ന രൂപത്തിലുള്ള ഒരു ട്രെയിനിങ് സെഷൻ ആയിരിക്കും. ശനിയാഴ്ച രാവിലെ 11 മണിക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി ഈ വേദി ഉപയോഗിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അധിഷ്ഠിതമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങളാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2003 കാലഘട്ടങ്ങളിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ലോകത്ത് കണ്ടുപിടിച്ചെങ്കിലും ക്രിപ്റ്റോ കറൻസി രംഗത്തിന്റെ കടന്നുവരവോടുകൂടി, അതായത് 2009 ബിറ്റ്കോയിൻ കടന്നുവരവോടുകൂടിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഏറ്റവും പോപ്പുലറായി മാറുന്നത്. എന്നാൽ 2024 മാർച്ച് 20-ാം തീയതി ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ Tether.com എന്ന സിസ്റ്റത്തെ ഒരു സ്മാർട്ട് കോൺട്രാക്ടർ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ലോകത്ത് ഒരു പുതിയ സെഗ്മെന്റ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വുഡ, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. ആ സെഗ്മെന്റിന്റെ സാധ്യതയെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. വളരെ വ്യത്യസ്തമായ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്ന് തരുന്നുണ്ട്. തീർച്ചയായും ആ നേട്ടങ്ങളെ കുറിച്ചും ഇതിന്റെ വലിപ്പത്തെ കുറിച്ചും ഇതിന്റെ സാധ്യതയെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സൂചിപ്പിച്ചു, 2024 മാർച്ച് 20-നാണ് ഈ സിസ്റ്റം തുടങ്ങുന്നത്. ഇതൊരു മിറാക്കിൾ മാത്തമാറ്റിക്സ് ആണ്. വളരെ വ്യക്തമായ, ഏത് ബേസിക് മാത്തമാറ്റിക്സിന്റെ പാഠങ്ങളും അറിയാൻ പറ്റുന്ന, ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒരു അത്ഭുതമായി രൂപപ്പെടുത്തി അതൊരു സോഫ്റ്റ്വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ എൻക്രിപ്റ്റഡ് മോഡിൽ ഡിപ്ലോയ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഇന്ന് വലിയ മാറ്റങ്ങളാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വില കുറയുന്നില്ലാത്ത ഒരു ഡിജിറ്റൽ അസറ്റ്. പ്രൈസ് ഇൻക്രീസസ് ഓൺ ബൈ ഓർ സെൽ. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുന്നു. ഇതുവരെ ലോകം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം, പക്ഷെ ഈ സിസ്റ്റം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സിസ്റ്റത്തിൽ കഴിഞ്ഞ 14 മാസമായി ആളുകൾ അതിന്റെ എൻജോയ്മെന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് ഈ സിസ്റ്റം. എന്നാൽ ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമുമാണ്. കമ്മ്യൂണിറ്റി ഇല്ലാതെ ഈ സിസ്റ്റത്തിന്റെ വലിയ സാധ്യതകൾ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിസ്റ്റത്തിന്റെ ഈ ലോജിക്കിന് സാധിച്ചിട്ടുണ്ട്.
ആ കമ്മ്യൂണിറ്റി തന്നെ അവരുടെ ട്രാൻസാക്ഷനിലേക്ക് പോയാൽ തന്നെ ഈ സിസ്റ്റം വളരെ കാലം വളരെ മനോഹരമായി പോകും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ബയേഴ്സും സെല്ലേഴ്സും ഈ കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ മാത്രമാണ്. ഇതൊരു വിർച്വൽ അസറ്റ് ആണ്. അതുകൊണ്ടാണ് വുഡ എന്ന പേര് വന്നത്. വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. ഇതൊരിക്കലും ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റ് വേടുന്ന ചിന്ത വേണ്ട. എക്സ്ചേഞ്ചുകൾ അത് കൺവേർഷന് വേണ്ടിയുള്ളതാണ്. ഈ സിസ്റ്റം തന്നെ ഒരു കൺവേർഷൻ നടത്തുന്നുണ്ട്. ഇതൊരു ക്രിപ്റ്റോ കറൻസി അല്ല. എന്നാൽ USDT ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ട്രാൻസാക്ഷൻസ് മുഴുവൻ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ വിർച്വൽ അസറ്റ് വാങ്ങാൻ USDT കൊടുത്ത് സാധിക്കും. ഈ വിർച്വൽ അസറ്റ് സെല്ല് ചെയ്യപ്പെട്ടാൽ തിരിച്ച് USDT ആയിട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടുകയും ചെയ്യും. ആ ഒരു കോണ്ടാക്ട് ഈ സിസ്റ്റവുമായി നമുക്ക് ഉണ്ടാക്കി തരാൻ DA വാലറ്റായ ടോക്കൺ പോക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഒരു റെക്പൂളും ഇല്ലാത്തൊരു സിസ്റ്റവുമാണ്. നമുക്ക് പരിചയമുള്ള പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, പല വിർച്വൽ അസറ്റ് പ്ലാറ്റ്ഫോമുകൾ, അത് എക്സ്ചേഞ്ചിൽ വന്നതും വരാത്തതുമായ പ്ലാറ്റ്ഫോമുകൾ, അതിലെല്ലാം നമ്മൾ വില കണ്ടിട്ടുണ്ട്. $1, $5, $10, $20, $100, $1000, $10,000 എന്നൊക്കെ പറഞ്ഞ വില നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ വിലയുടെ എല്ലാം അടിസ്ഥാനപരമായ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത സാഹചര്യം അവിടെ ഉണ്ട്. ഒരു എക്സ് കോയിന്റെ വില $10 എന്നാണ്. ഈ $10 എങ്ങനെ വന്നു? ആര് നിർണയിച്ചു? അതിന് എന്ത് ബേസിക് ആണുള്ളത്? ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചാൽ അവിടെ വ്യക്തമായ ഉത്തരം ഒരിക്കലും കിട്ടാറില്ല. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന ഒരു കോമൺ ഉത്തരം മാത്രമേ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൂ. അതിനുവേണ്ടി പലതരത്തിലുള്ള സ്റ്റോറികൾ അവതരിപ്പിക്കുന്നുണ്ടാകും. എന്നാൽ വുഡ സെഗ്മെന്റിൽ ചെതറോഷ് എന്ന സിസ്റ്റത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു മാത്തമാറ്റിക്കൽ തിയറി, ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഡേ 1 മുതൽ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ മുതൽ അതേ റൂള് ഫോളോ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 14 മാസം പിന്നിട്ടപ്പോ 13,600% ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ആ ഗ്രോത്തിനെ ബേസ് ചെയ്തുകൊണ്ട് 2025 മാർച്ച് 18 ഇതിന്റെ ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് കടന്നു വന്നപ്പോ ആ ഗ്രോത്ത് സ്പീഡ് ചിന്തിക്കുന്നതിനപ്പുറം ഗ്രോ ചെയ്ത ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമാണ് നമുക്കിന്ന് സംസാരിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം. ഇതിന്റെ ഹിസ്റ്ററി ഇത് പരിശോധിച്ചാൽ 2024 വുഡയുടെ ഡെവലപ്മെന്റ്. ആ പ്ലാറ്റ്ഫോമിൽ 20 മുതൽ 1000 USDT വരെ ഒരാൾക്ക് മുതൽ മുടക്കാൻ പറ്റും. ഇന്നും സാധിക്കും. പക്ഷെ 35% വില വരുന്ന യൂണിറ്റ്സ് ആണ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആ 35% നിന്ന് വേണം ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോ ഒരു $1000 മുതൽ മുടക്കുന്ന ഒരാൾക്ക് $350 വിലയുള്ള യൂണിറ്റ്സ് കിട്ടുന്നു. അവിടെ നിന്ന് ഗ്രോ ചെയ്ത് $1000 എത്തുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ പൂർത്തീകരിക്കുന്നുള്ളൂ. അവിടെ നിന്ന് ഗ്രോ ചെയ്താൽ മാത്രമേ ഒരു പ്രോഫിറ്റിലേക്ക് എത്തുന്നുള്ളൂ. സോ ഒരു ലോങ് ടൈം പ്രോസസ് ആണ് ഇതിന്റെ 2024 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. 2025 ആ പ്ലാറ്റ്ഫോമിൽ വെറും $20 ഒരു എൻട്രി മാത്രമേ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വരുന്നുള്ളൂ. അവിടെയും 35% വരെയുള്ള യൂണിറ്റ്സ്, $7 യൂണിറ്റ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. ആ യൂണിറ്റ്സ് സിസ്റ്റത്തിന്റെ ട്രാൻസാക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് വില കൂടിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് 2x ലിമിറ്റിൽ നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. അപ്പൊ 2025 നമ്മൾ നിൽക്കുമ്പോൾ ഇന്നൊരു 20 USDT കൊണ്ട് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരാൾക്ക് സിസ്റ്റം ചെതറോഷൻ വിർച്വൽ അസറ്റിന്റെ സാധ്യത ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ചെതറോഷൻ വിർച്വൽ അസറ്റിൽ 2 പ്രൊജക്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ടോവ, അതിന്റെ ICO സ്റ്റേജ്, ഇനീഷ്യൽ കോയിൻ ഓഫർ സ്റ്റേജ്. 2 അതിന്റെ മാർക്കറ്റ് പ്ലേസ്, ബയേഴ്സും സെല്ലേഴ്സും സംവദിക്കുന്ന ഈ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് ആയിട്ട് വരുന്ന ആളുകളെ കൊണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസ്. ഈ 2 സാധ്യതകൾ കടന്നു വരാൻ $20 രജിസ്ട്രേഷൻ നമുക്ക് കൂടിയേ തീരൂ. തീർച്ചയായും ഈ സിസ്റ്റത്തിന്റെ സാധ്യതയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ ചെതറോഷൻ വുഡ സെഗ്മെന്റിൽ തന്നെ വരുന്ന ഒരു ആശയമാണ്. സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു. വാങ്ങണമെങ്കിൽ ഒരു വാല്യൂ വേണ്ടേ? അവിടെ എന്താണ് വില? ചെതറോഷൻ നമ്മൾ വില നിർണ്ണയിക്കുന്ന സയൻസ് പറഞ്ഞു. എന്താണ്? ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റ് നമ്പർ. എത്ര ലിക്വിഡിറ്റി സിസ്റ്റത്തിൽ ഉണ്ടോ, എത്ര യൂണിറ്റുകൾ ചെതറോഷന്റെ പ്ലാറ്റ്ഫോമിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ആ ലിക്വിഡിറ്റിയെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ചെതറോഷന്റെ പ്രൈസ്. സോ ആ ചെതറോഷൻ പ്രൈസ് $0.1 ആണ്, 10 സെന്റ് ആണ്. എങ്കിൽ ചെതറോഷൻ വിർച്വൽ അസറ്റിന്റെ പ്രൈസ്
0.50 എന്നായിരിക്കും, 5 മടങ്ങായിരിക്കും. 1:5 റേഷ്യോയിലാണ് വുഡയും ടോവയും തമ്മിലുള്ള പ്രൈസ് അപ്രീസിയേഷൻ കാൽക്കുലേഷൻ ബേസ് ചെയ്ത് നിൽക്കുന്നത്. വുഡ സെഗ്മെന്റിൽ അത് ഓൾറെഡി എൻക്രിപ്റ്റഡ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. സോ ടെതർ പ്രൈസ് $1 ആയാൽ ടെതർ വിർച്വൽ അസറ്റിന്റെ പ്രൈസ് $5 ആയിരിക്കും എന്നർത്ഥം. അപ്പൊ ഒരു ബേസ് കാൽക്കുലേഷൻ ഇതിന്റെ പ്രൈസിംഗിൽ ഉണ്ട്. ഇവിടെ പ്രൈസിംഗ് ഒരിക്കലും റെക്കൂളായി വരുന്നില്ല. ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനും ഇതിന്റെ പ്രൈസിംഗിൽ സംഭവിക്കില്ല. അത് അടിവരായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെതർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. വീണ്ടും ടെതർ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് കടന്നു വരുമ്പോൾ $20 മുതൽ $5000 വരെയുള്ള ഏത് എമൗണ്ട് കൊണ്ടും ഒരാൾക്ക് വാങ്ങാം. ആ വാങ്ങുന്ന എമൗണ്ടിന് 5% ബോണസും സിസ്റ്റം ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും. വാങ്ങുന്നതിന് ഒരു ഫീസും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് യൂണിറ്റ് കിട്ടിയാൽ അതൊരു 14 ദിവസത്തേക്ക് ലോക്ക്ഡ് ആയിരിക്കും. ഒരു ലോക്കിംഗ് പീരീഡ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരാളുടെ മുമ്പിലുണ്ട്. സോ ഈ ലോക്കിംഗ് പീരീഡിൽ സിസ്റ്റത്തിൽ എത്രമാത്രം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ അതിനെ ബേസ് ചെയ്ത് ഗ്രോത്ത് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ എത്ര ഗ്രോത്ത് വന്നാലും ഒരാൾക്ക് 1.3x മാത്രമേ ആ ഗ്രോത്തിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കൂ. അതായത് $100 കൊണ്ട് ടോവയിൽ വാങ്ങിയാൽ അവർക്ക് $105 യൂണിറ്റ്സ് കിട്ടും. അത് സെല്ല് ചെയ്യുമ്പോൾ $130 വരെയുള്ള പ്രോഫിറ്റ് എടുക്കാം. 140 150 ആയാൽ അവർക്ക് 130 വരെ എടുക്കാം. ബാക്കിയുള്ള $20 യൂണിറ്റ്സ് അത് ബേൺ ചെയ്ത് പോകും. സോ വ്യത്യസ്തമായ ഒരു ബേണിംഗ് പ്രോസസ് ടോവ പ്ലാറ്റ്ഫോമിലും സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നു. എന്താണ് ഈ ബേണിംഗ് കൊണ്ട് സിസ്റ്റം ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റ് സപ്ലൈയെ കൺട്രോൾ ചെയ്യുക, പെരുകുന്നൊരവസ്ഥ ഒഴിവാക്കുക. ഇതുവരെ നമ്മൾ കണ്ട പ്രൊജക്റ്റിലെല്ലാം പൈസ മുടക്കൂ, നിങ്ങൾക്ക് യൂണിറ്റ്സ് തരാം. അതൊന്ന് പല ഓമന പേരിൽ സ്റ്റേക്കിംഗ് എന്നോ ലോക്കിംഗ് എന്നോ ഹോൾഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കൂ. നിങ്ങൾക്ക് ഡെയിലി യൂണിറ്റ്സ് വീണ്ടും തന്നുകൊണ്ടിരിക്കാം. നിങ്ങൾ തരുന്ന യൂണിറ്റ്സ് നിങ്ങൾക്ക് സെല് ചെയ്യാം. അങ്ങനെ സയൻസ് ഒക്കെ പറയുന്ന പല സിസ്റ്റങ്ങളും നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ആയുസ് ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം അല്പായുസ് മാത്രമായിരുന്നു. റീസൺ വേറൊന്നുമല്ല, അവിടെ ഒരു ഫണ്ട് ജനറേഷൻ പ്രോസസ് ഇല്ല. എന്നാൽ ഈ സിസ്റ്റത്തിൽ കൃത്യമായ ഒരു ലിക്വിഡിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഈ സിസ്റ്റത്തിൽ വച്ചിരിക്കുന്നു. ഒരു മാത്തമാറ്റിക് അൽഗോരിതമാണ് അതിന്റെ ബേസ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടാകും. അതിന്റെ ഭാഗമായി ഈ സിസ്റ്റത്തിൽ പ്രൈസിംഗ് എന്നുള്ളത് ഒരു ജെനുവിൻ പ്രോസസ് ആയിരിക്കും. സോ ആ പ്രൈസസ് നമ്മൾ ടോവയിൽ നിന്ന് വാങ്ങുന്നു. ഒരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് സെല്ല് ചെയ്യുന്നത് മാർക്കറ്റ് പ്ലേസിലായിരിക്കും. മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യുമ്പോൾ ഒരു 3% സർവീസ് ചാർജ് കൊടുക്കണം. അതായത് $1000 കൊണ്ട് നമ്മൾ വാങ്ങുമ്പോൾ $1050 യൂണിറ്റ്സ് നമുക്ക് കിട്ടും. 14 ദിവസം ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞ് നമ്മൾ സെല്ല് ചെയ്യുന്നത് $1300 അത് 3% സർവീസ് ചാർജ് കൊടുത്ത് മാത്രമേ സെല്ല് ചെയ്യാൻ സാധിക്കൂ. അവിടെ മാർക്കറ്റ് പ്ലേസിൽ ഒരു ബയർ അത് വാങ്ങിയിട്ട് പോകും 1% സർവീസ് ചാർജ് കൊടുത്തിട്ട്. ഇവിടെ 3% സർവീസ് ചാർജ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് അത് USDT ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. അതിൽ നിന്ന് പിന്നെ വേറൊരു ഡിഡക്ഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. മാർക്കറ്റ് പ്ലേസിൽ കടന്നു വരുമ്പോൾ അവിടെ ബയേഴ്സും സെല്ലേഴ്സുമാണ്. ഈ സിസ്റ്റത്തിലെ കമ്മ്യൂണിറ്റി തന്നെയാണ് ആ ബയേഴ്സും സെല്ലേഴ്സ് ആയിട്ട് മാറുന്നത്. അവിടെയും $20 മുതൽ $5000 വരെയുള്ള ഏത് എമൗണ്ട് കൊണ്ടും വാങ്ങാം. ബോണസ് ഒന്നും എക്സ്ട്രാ കിട്ടില്ല. 1% ഫീസ് കൊടുത്ത് മാത്രമേ നമുക്ക് വാങ്ങാൻ സാധിക്കൂ. സെല്ല് ചെയ്യുമ്പോൾ 3% ഫീസ് കൊടുക്കുകയും ചെയ്യണം. ഒരു ലോക്കിംഗ് പീരീഡും അവിടെ കസ്റ്റമർക്ക് കൊടുക്കുന്നില്ല. അപ്പോ $1000 കൊണ്ട് ഞാൻ വാങ്ങണമെങ്കിൽ $1010 കൊടുത്ത് എനിക്ക് വാങ്ങാം. ഞാൻ 30% ഗ്രോത്ത് ഈ സിസ്റ്റത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സിസ്റ്റം പരമാവധി തരുമെന്ന് പറയുന്നതും 30% മാത്രമാണ്. സോ 1300 എത്തുമ്പോൾ ഞാൻ സെല്ല് ചെയ്യുന്നു. 3% സർവീസ് ചാർജ് കൊടുക്കുന്നു. അതായത് $39. സോ 1300 നിന്ന് $39 കൊടുത്ത് എനിക്ക് എമൗണ്ട് കിട്ടുന്നു 1261. ഞാൻ $10 ഓൾറെഡി കൊടുത്തത് കൊണ്ട് എനിക്ക് നെറ്റ് കിട്ടിയ റിസൾട്ട് 1251. സോ $250 ഒരു പ്രോഫിറ്റ്. മാർക്കറ്റ് പ്ലേസിൽ 1% കൊടുത്ത് വാങ്ങാം, 3% കൊടുത്ത് വിൽക്കാം. സോ ടോവ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ യൂണിറ്റുകൾ വരുന്നത്. ഈ യൂണിറ്റുകൾ മാത്രമേ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ സെല്ല് ചെയ്യപ്പെടുന്നുള്ളൂ. മാർക്കറ്റ് പ്ലേസിൽ യൂണിറ്റ് വരാൻ വേറെ ഒരു സോഴ്സും ഇല്ല. ടോവയിൽ വാങ്ങിയവരിൽ നിന്ന് മാത്രമേ മാർക്കറ്റ് പ്ലേസിൽ യൂണിറ്റ്സ് വരൂ. അതുകൊണ്ട് തന്നെ ഒരു ഡിമാൻഡ് പ്രോസസ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. വൺസ് പർച്ചേസ് ഫ്രം സ്മാർട്ട് കോൺട്രാക്ട് 3x volume buying required in marketplace to rebuy in smart contract.
ടോവ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ $1000 വാങ്ങി. എനിക്ക് 14 ദിവസം ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞപ്പോൾ $1300 സെല് ചെയ്യാൻ സാധിച്ചു. $1261 എനിക്ക് ലഭിച്ചു. ഞാൻ ഹാപ്പിയാണ്. കാരണം ലോകത്ത് ഒരു പ്ലാറ്റ്ഫോമിലും അത്ര ഈസി ആയിട്ട് ക്യാപിറ്റൽ എടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ MBA പഠിക്കുമ്പോൾ എന്റെ ഹൈ ക്വാളിഫിക്കേഷൻ MBA HR ആണ്. MBA പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. ആ ടോപ്പിക്കിൽ ബിസിനസ് ബ്രേക്ക് ഈവൻ ടൈമിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തിയറിറ്റിക്കലായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, നിങ്ങൾ ഒരു ബിസിനസ്സിൽ മുതൽ മുടക്കിയാൽ ആ മുതൽ മുടക്ക് തിരിച്ച് ക്യാഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വരണമെങ്കിൽ മിനിമം 5 വർഷം എടുക്കുമെന്നാണ്. എന്നാൽ ഇവിടെ ടോവ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നമ്മൾ $1000 കൊണ്ട് മുതൽ മുടക്കിയാൽ 15ാമത്തെ ദിവസം നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ $1300 നമ്മൾ വിഡ്രോ ചെയ്തെടുക്കുന്നു, നമ്മുടെ ക്യാപിറ്റലും ലാഭവും ഉൾപ്പെടെ. നോക്കൂ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്, എത്ര ഫാസ്റ്റ് ഗ്രോത്ത് ആണ് സിസ്റ്റം നമുക്ക് തരുന്നത്. എന്നാൽ ഈ 14 ദിവസം കഴിയുമ്പോൾ 1300 എന്നുള്ളത് എത്തുമോ? അത്തരത്തിൽ സിസ്റ്റം ഒരു ഗ്യാരണ്ടിയും മാർക്കറ്റിൽ സംസാരിക്കുന്നില്ല. എന്നാൽ പ്രസന്റ് ഗ്രോത്ത് റേറ്റ് അനുസരിച്ച് അത് സംഭവിക്കുന്നുണ്ട്. ആ ഗ്രോത്ത് റേറ്റിന്റെ സ്പീഡ് കൂടാം കുറയാം. ഒരുപക്ഷെ 4 ദിവസം കൊണ്ട് 30% ഗ്രോത്തിൽ എത്തിയേക്കാം. ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ട് 30% ഗ്രോത്തിൽ എത്തിയേക്കാം. ഒരുപക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് 30% ഗ്രോത്തിൽ എത്തിയേക്കാം. ഒരുപക്ഷെ ഒരു മാസം കൊണ്ട് മാത്രമേ 30% ഗ്രോത്തിൽ എത്തൂ. പക്ഷെ സിസ്റ്റം പറയുന്ന ലോക്കിംഗ് പീരീഡ് 14 ദിവസം മാത്രമാണ്. 14 ദിവസം കഴിഞ്ഞ ടൈം പൂർത്തീകരിച്ചാൽ 7 മണിക്കൂറോടെ നമ്മൾ കാത്തിരിക്കണം. നമ്മൾ സെൽ ബട്ടണിൽ നമുക്കത് സെല് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് എത്ര ഗ്രോത്ത് ഉണ്ടോ ആ ഗ്രോത്തിൽ നമുക്ക് സെല് ചെയ്യാം. എത്ര ഗ്രോത്ത് ഉണ്ടോ അതിൽ 30% വരെ മാക്സിമം എടുക്കാൻ പറ്റുമെന്ന് മാത്രം. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയം, എല്ലാ നിയമങ്ങളും പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആശയം. ഗ്രോത്ത് അത് കൊടുക്കുന്നതിന് ഒരു രാജ്യത്തും നിയമ തടസ്സങ്ങളില്ല. ഗ്രോത്ത് വരുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? ഈ സിസ്റ്റത്തിലെ ട്രാൻസാക്ഷൻ തന്നെ, ബൈയും സെല്ലും. ഓരോ ബൈ നടക്കുമ്പോഴും സിസ്റ്റത്തിൽ നിന്ന് ഒരു സർട്ടൻ പെർസെന്റേജ് ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. സോ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിന്റെ റിയൽ ആയിട്ടുള്ള ഫാക്ട് നടക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ടെതർ ഓഷനിൽ. അവിടെ നിന്ന് $7 വാല്യൂ ഉള്ള യൂണിറ്റ്സ് നമുക്ക് ലഭിച്ചു. നമ്മൾ യൂണിറ്റ്സ് വാങ്ങാൻ പോകുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റിൽ. അവിടെ 100% ടോവ നമുക്ക് ലഭിക്കും, ഒരു 5% എക്സ്ട്രയിൽ ലഭിക്കും. നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് പ്ലേസിൽ. അവിടെ 100% ടോവ കിട്ടും. സർവീസ് ചാർജ് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. ഇതിനെല്ലാം USDT ആണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത്. തിരിച്ച് നമുക്ക് USDT ആയിട്ട് പേയ്മെന്റ് തിരിച്ചു കിട്ടുകയും ചെയ്യും. സോ ഈ സിസ്റ്റംസ് അതിൽ ഡിഫറെന്റ് ആണെന്ന് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതുവരെ നമ്മൾ കണ്ട ഒരു കാര്യം അല്ല, ഇതുവരെ നമ്മൾ കേട്ട ഒരു സയൻസ് അല്ല, വ്യത്യസ്തമാണ്. ടോവ മാർക്കറ്റ് പ്ലേസ് സെല്ലിംഗ് ലിമിറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ നമ്മൾ കൃത്യമായി പാലിക്കണം. എന്താണത്? $100 കൊണ്ട് ടോവയിൽ വാങ്ങിയാൽ $300 കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയേ പറ്റൂ. എങ്കിലേ തിരിച്ചു വീണ്ടും ടോവയിൽ നിന്ന് വാങ്ങാൻ സാധിക്കൂ. സോ ആ റേഷ്യോ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സിസ്റ്റത്തെ നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് പ്രൈസ് അപ്രീസിയേഷൻ നടക്കുന്നത്? പ്രൈസ് അപ്രീസിയേഷന്റെ സ്പീഡ് എങ്ങനെ കൂടും? നമുക്ക് പരിശോധിക്കാം. ഇവിടെ നില നിർണ്ണയിക്കപ്പെടുന്നത് ലിക്വിഡിറ്റി ആണെന്ന് നമ്മൾ കണ്ടു. ഗുഡ പ്ലാറ്റ്ഫോമിൽ, ടെതർ ഓഷൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പണത്തിന്റെ 52% ലിക്വിഡിറ്റിയിലേക്ക് വെക്കുന്നുണ്ട്. പകരം 35% വരെയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ രജിസ്ട്രേഷൻ മാത്രമേ ടെതർ ഓഷനിൽ യൂണിറ്റ് ക്രിയേഷൻ സംഭവിക്കുന്നുള്ളൂ. ഇവിടെ വിലക്കയറ്റം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ യൂണിറ്റുകൾ നമുക്ക് എപ്പോഴെങ്കിലും സെല്ല് ചെയ്യാം. സെല്ല് ചെയ്യുന്ന സമയത്ത് ആ യൂണിറ്റ് അത്രയും ബേൺ ചെയ്ത് പോകും. അപ്പോ സിസ്റ്റത്തിൽ 100% യൂണിറ്റ്സ് ബേൺ ചെയ്യുന്നു. പകരം ഏത് സമയത്താണോ സെല്ല് ചെയ്തത് അവിടെ കൊടുക്കേണ്ട വില എത്രയാണോ അതിന്റെ 90% ലിക്വിഡിറ്റിയിൽ നിന്ന് പേ ചെയ്ത് കൊടുക്കുന്നു. സോ ലിക്വിഡിറ്റിയിൽ അതിന് ആനുപാതികമായ കുറവ് സംഭവിക്കുന്നു. കുറയുന്നത് യൂണിറ്റ്സ് 100% ആണെങ്കിൽ ലിക്വിഡിറ്റി 90% കുറയുന്നുള്ളൂ. സോ ഒരു 10% എക്സ്ട്രാ ഫണ്ട് അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വിലക്കയറ്റം സംഭവിക്കുന്നു. വീണ്ടും നമ്മൾ ടോവയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന്റെ 20% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോ $1000 കൊണ്ട് വാങ്ങിയാൽ അതിന്റെ 20% എന്ന് പറയുമ്പോൾ $200 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. എന്നാൽ അതേ $1000 മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയാലോ
1% സർവീസ് ഫീ $10. ആ $10 20% $2 ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ. സോ ഗ്രോത്ത് സ്പീഡ് കൂടണമെങ്കിൽ ടോവയിൽ നിന്ന് പർച്ചേസ് കൂടണം. എന്നാൽ ടോവയിൽ നിന്ന് പർച്ചേസ് കൂടുന്ന സമയത്ത് മാർക്കറ്റ് പ്ലേസിൽ ബയേഴ്സിനെ സൃഷ്ടിക്കുകയും വേണം. അവിടെയാണ് ഈ സിസ്റ്റം വെച്ചിരിക്കുന്ന അനുപാതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടോവയിൽ നിന്ന് 1 ടൈം വാങ്ങിയാൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് 3 പ്രാവശ്യം വാങ്ങണം. സോ ടോവയിലെ ഒരു ബയർ മാർക്കറ്റ് പ്ലേസിലെ 3 ബയറാണ്. ബയേഴ്സ് വരുമോ? തീർച്ചയായും. ഒരൊറ്റ ലോജിക്കാണ് ഇപ്പൊ സംസാരിച്ചത്. ഈ സിസ്റ്റത്തെ ഞാൻ മനസ്സിലാക്കിയപ്പോ ഏകദേശം 20ഓളം ലോജിക്കൽ പോയിന്റുകൾ മാർക്കറ്റ് പ്ലേസിൽ ബയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റത്തിൽ ഉണ്ട്. ഈ 20 ലോജിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ ഈ സിസ്റ്റം വേറെ ലെവലിലേക്ക് പോകുന്ന സിസ്റ്റമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ സിസ്റ്റത്തിലുള്ള ഒരു സെനാരിയോയും ഒരു ആശങ്കയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ അത്തരം കാര്യങ്ങളിലേക്കുള്ള റിസർച്ച് ആരും ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ആശങ്കയോടുകൂടി നിൽക്കും. പക്ഷേ ഏറ്റെടുക്കുന്നവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ പൈസയുടെ തോത് കണ്ട് അത്ഭുതപ്പെട്ട് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരായിട്ട് ഒരുപക്ഷെ നമ്മൾ മാറിയിട്ടുണ്ടാകും. ഈ സൂം തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ എന്നെ വിളിച്ചു. ഈ സിസ്റ്റം തുടങ്ങിയപ്പോ മാർക്കറ്റ് പ്ലേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ന്യൂസ് കിട്ടിയപ്പോ എന്റെ കൂടെ ചതുറോഷൻ രജിസ്റ്റർ ചെയ്ത സുഹൃത്താണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, മാർക്കറ്റ് പ്ലേസ് വരാൻ പോകുന്നുണ്ട്, വലിയ ട്രെൻഡാണ് മാർക്കറ്റ് പ്ലേസിൽ സംഭവിക്കാൻ പോകുന്നത്, പണമുണ്ടെങ്കിൽ തുടങ്ങി വെച്ചോളൂ, മാർക്കറ്റ് പ്ലേസിൽ വരുമ്പോ വളരെ മനോഹരമായി നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാം. അദ്ദേഹം പറഞ്ഞു, മാർക്കറ്റ് പ്ലേസ് വരുന്നുണ്ടോ? എങ്കിൽ ഞാൻ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യും, ഈസി ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതേ സുഹൃത്ത് മാർക്കറ്റ് പ്ലേസ് ഓപ്പണായി, ഒന്നും ചെയ്യുന്നില്ല. മാർക്കറ്റ് പ്ലേസ് ഓപ്പണായി, ഒന്നും ചെയ്യുന്നില്ല. മാർക്കറ്റ് പ്ലേസിൽ $1.2 കണ്ടു, $2 കണ്ടു, $3 കണ്ടു, $4 കണ്ടു, $5 കണ്ടു, $6 കണ്ടു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്പീഡ് ആക്ടിവിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. ഒരേ ഒരു റീസൺ തന്നെയാണ്, മാർക്കറ്റിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ കണ്ട് കേട്ട് തഴമ്പിച്ച് മൈൻഡ് ബ്ലോക്കായി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ മൈൻഡ് ബ്ലോക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധികാരികമായിട്ട് ഈ സിസ്റ്റത്തിന്റെ ലോജിക്കൽ ലോക്കുകളെ കുറിച്ച് പഠിക്കണം. 20ഓളം ലോജിക്കൽ ലോക്കുകൾ ഈ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് വെറുതെ പറയുന്നതല്ല. ആ ലോജിക്കൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇതിന്റെ ഡിമാൻഡ് ക്രിയേഷൻ പ്രോസസ്സുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. എങ്കിൽ സാറേ പറയൂ സാറേ, ആ ലോജിക്കുകൾ ഏതൊക്കെയാണ്? അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. റിസർച്ച് ചെയ്താൽ കിട്ടുന്ന പോയിന്റുകളാണ്. റിസർച്ച് ചെയ്യാന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും പറയും സൂമിൽ ഇങ്ങനെ സംസാരിക്കാൻ നല്ല സുഖമാണ്, ഒന്ന് സംസാരിച്ച് നോക്കണം നല്ല സുഖമുണ്ടോ എന്ന്. തീർച്ചയായും ഈ സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആണ്. മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ വലിയ സാധ്യത മുമ്പിൽ കാണാൻ സാധിക്കും. ഈ ടേബിൾ നിങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സിസ്റ്റത്തിന്റെ ഗ്രോത്തിന്റെ ബേസ് ആണ്. എങ്ങനെയാണ് വില നിർണ്ണയിക്കപ്പെടുന്നത്? ചതുറോഷൻ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്? ചതുറോഷനിൽ ഒരു ബൈയും സെല്ലും എങ്ങനെ വില കൂട്ടുന്നതിന് സഹായകരമാണ്? അതിനുവേണ്ടി ഏറ്റവും ബേസ് ആയി നിൽക്കുന്ന മനസ്സിലാക്കിയുള്ള പോയിന്റ് ഇതിന്റെ ലോഞ്ചിങ് ടൈം. ഇതിന്റെ ലിക്വിഡിറ്റി 0 ആയിരുന്നു, യൂണിറ്റ് നമ്പർ 0 ആയിരുന്നു, ഫൈനൽ കോയിൻ 0 ആയിരുന്നു, ഫൈനൽ ലിക്വിഡിറ്റി 0 ആയിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഒരു ബൈ പ്രൈസ് മാത്രമാണ്. അത് 0.01 എന്നായിരുന്നു. ആ ബൈ പ്രൈസ് ആണ് ഗ്രോ ചെയ്ത് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ആ ലിക്വിഡിറ്റി 0 എന്ന ലിക്വിഡിറ്റിയിൽ നിന്നാണ് $3,80,000 ലിക്വിഡിറ്റിയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റത്തെ എത്തിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെ നമ്മൾ കണ്ട പ്ലാറ്റ്ഫോമുകളിലെല്ലാം തുടങ്ങുന്ന സമയത്ത് ഇഷ്ടംപോലെ പണമുള്ള അവസ്ഥ അല്ലെങ്കിൽ പണം വന്നു ചേരുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ഈ സിസ്റ്റം തുടങ്ങിയപ്പോ 0 ആയിരുന്നു. പതിയെ ഫണ്ട് വരുന്ന ഒരു അവസ്ഥയായിരുന്നു. പതിയെ ഫണ്ട് വരാൻ തുടങ്ങി, അത് ഗ്രോ ചെയ്യാൻ തുടങ്ങി, അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി, അതിനാനുപാതികമായി പ്രൈസ് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി. ആ പ്രൈസ് ഇംപ്രൂവ്മെന്റ് പലർക്കും നേട്ടമായി മാറാൻ തുടങ്ങി. ആ പ്ലാറ്റ്ഫോമിനെ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ തയ്യാറായി. അതിനെ ബേസ് കൊണ്ട് അവർക്ക് റവന്യൂ ഷെയറിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ റവന്യൂ ഷെയറിംഗ് അവർക്ക് വരുമാനമായി മാറി. ആ വരുമാനം ഉപയോഗിച്ച് അവർ പ്രൊമോഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് തുടങ്ങി. ഈ സിസ്റ്റത്തിന്റെ ബിലീഫ് ലെവലിലേക്ക് കുറേയേറെ ആളുകളെ എത്തിച്ചു. അവർ ഈ സിസ്റ്റത്തെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും 200, 300, 400 കമ്മ്യൂണിറ്റി എത്താൻ സിസ്റ്റം എടുത്തത് 6 മാസവും 7 മാസവുമാണ്. 1900 വരുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നത് ഏകദേശം 1 വർഷം കൊണ്ടാണ്. എന്നാൽ ഇപ്പൊ 6500 ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്താൻ ഈ സിസ്റ്റത്തെ സഹായിച്ചിരിക്കുന്നു. എപ്പോ? കേവലം 58 ദിവസങ്ങൾ കൊണ്ട്. 2 മാസം പോലും വേണ്ടി വരുന്നില്ല.
ഈ സിസ്റ്റത്തിൽ ഏകദേശം 4500ഓളം ആളുകൾ വരാൻ. എന്തുകൊണ്ട്? ഒരേ ഒരു കാര്യം, ഈ ലോജിക്കൽ ലോക്കിംഗ് സിസ്റ്റത്തിന്റെ പവർ കൊണ്ട് ഇതിന്റെ ഗ്രോത്ത് ചിന്തിക്കാനപ്പുറം കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ വളരെ വ്യക്തമായ ഒരു ആശയം ഇവിടെ നമുക്ക് കാണാനുണ്ട്. വളരെ വ്യക്തമായ ഒരു സയൻസ് നമുക്ക് ഇവിടെ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. ആ സയൻസ് ആണ് എല്ലാവരും പഠിക്കേണ്ടത്. ഇതുവരെ നമ്മൾ കണ്ട പ്രൊജക്റ്റിൽ ഇത്തരം സയൻസിനെ കുറിച്ച് പഠിക്കുന്ന തിയറി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ സാധിക്കും. ഈ സയൻസ് പഠിച്ചില്ലെങ്കിലും ഇതിൽ പൈസ ഉണ്ടാക്കാൻ എളുപ്പമാണ്. വെറും $20 കൊടുത്ത് ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുക. $1000 കൊണ്ട് ടോവയിൽ പർച്ചേസ് ചെയ്യുക. $1000 കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ ബൈ ചെയ്യുക. $1000 മാർക്കറ്റ് പ്ലേസിൽ ബൈ ചെയ്യണമെങ്കിൽ $10 എക്സ്ട്രാ കയ്യിൽ വെക്കണം. അപ്പോ ഒരു 2022 USDT ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു $2, $4, $5 BNBയും നിങ്ങളുടെ വാലറ്റിൽ ലോഡ് ചെയ്ത് വെക്കണം. കാരണം ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കണമെങ്കിൽ ഗ്യാസ് ഫീ കൊടുത്തേ പറ്റൂ. അത് BNB ആയിട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. $1000 ടോവയിൽ വാങ്ങിയാൽ 14 ദിവസം കഴിയുമ്പോഴാണ് സെല് ചെയ്യാൻ സാധിക്കുക. $1000 മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയത് എനി ടൈം നിങ്ങൾക്ക് സെല് ചെയ്യാം. ഇത് മനസ്സിലാക്കി എടുക്കുക. മനസ്സിലാക്കി ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് പണം ഒഴുകാൻ തുടങ്ങും. ആ പണം ഒഴുകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്. പണം വെറുതെ ഒഴുകില്ല. പണം ഒഴുകണമെങ്കിൽ അതിൻ്റെതായ റീസൺ ക്രിയേറ്റ് ചെയ്യപ്പെടണം. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ചേർന്ന് ഏറ്റവും വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഒരു 100 കോടി രൂപ മുതൽ മുടക്കുണ്ട്. 100 കോടി രൂപ മുതൽ മുടക്കി അത്രയും ബൃഹത്തായ രൂപത്തിൽ ഒരു ബിൽഡിംഗ് തയ്യാറാക്കി ഒരു സംവിധാനം ഉണ്ടാക്കി ആ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി. 100 കോടി മുടക്കിയതല്ലേ, ഇനി ലാഭം കൊണ്ട് പോരട്ടെ എന്ന് കരുതി നമ്മൾ എല്ലാവരും വീട്ടിൽ കയറിയിരിക്കുകയാണ്. ഒരു വരുമാനവും കിട്ടില്ല. ആ 100 കോടി മുതൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള പ്രൊമോഷൻസ് നമ്മൾ ചെയ്യണം. കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. ഈ പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെതറോഷൻ സംതിങ് ഡിഫറെന്റ് ആണ്. എങ്ങനെയാണ് ചെതറോഷൻ ഡിഫറെന്റ് ആയി മാറുന്നത്? ചോവ എന്ന സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ എത്ര ഡോളറിന് ബൈ ചെയ്യുന്നുണ്ടോ അത്രയും ഡോളറിൽ നിന്ന് 20% ഈ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടും. ലിക്വിഡിറ്റി ഇൻക്രീസ് ആകുമ്പോൾ പ്രൈസ് കയറുന്നുണ്ടാകും. മാർക്കറ്റ് പ്ലേസിൽ എത്ര ബൈ ചെയ്യുന്നുണ്ടോ അവിടെ നിങ്ങൾ കൊടുക്കുന്ന 1% സർവീസ് ചാർജ് ഉണ്ട്. ആ 1% സർവീസ് ചാർജിന്റെ 20% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോഴും പ്രൈസ് കൂടുന്നുണ്ട്. മാർക്കറ്റ് പ്ലേസിൽ ആരെല്ലാം സെല് ചെയ്യുന്നുണ്ടോ അവിടെയും 3% സർവീസ് ചാർജ് കയറുന്നുണ്ട്. അവിടെയും ആ 3%ത്തിന്റെ 20% ലിക്വിഡിറ്റിയിലേക്ക് കയറുന്നുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന എക്സാമ്പിൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. $10 ലക്ഷം ടേൺ ഓവർ ബൈയിങ്ങിൽ നടന്നാൽ 1% എന്ന് പറയുന്നത് 10,000 USDT ആണ്. 10,000 USDTയുടെ 20% എന്ന് പറയുന്നത് $2,000 ആണ്. ആ $2,000 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. സെല്ലിംഗ് നടക്കുമ്പോൾ $10 ലക്ഷം സെല്ലിംഗ് മാർക്കറ്റ് പ്ലേസിൽ നടന്നാൽ 3% സർവീസ് ചാർജ്, അതായത് $30,000. അതിന്റെ 20% എന്ന് പറയുന്നത് 6,000 USDT ആണ്. സോ 8,000 USDT ആണ് ഒരു $10 ലക്ഷം ബൈയും സെല്ലും നടന്നാൽ ഈ സിസ്റ്റം നടക്കുക. ആ 8,000 USDT ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ പ്രൈസിൽ വലിയ മാറ്റം ഉണ്ടാകും. കാരണം ചെതറോഷൻ പ്ലാറ്റ്ഫോമിൽ മാത്രമേ യൂണിറ്റ് ക്രിയേഷൻ ഉള്ളൂ. ടോവയിൽ നിന്ന് മാർക്കറ്റ് പ്ലേസിൽ പോകുന്ന ഫണ്ടിലേക്ക് യൂണിറ്റ് ക്രിയേഷൻ സിസ്റ്റത്തിൽ ഇല്ല. സോ സെയിം ഫൈനൽ കോയിൽ നിൽക്കുമ്പോൾ ലിക്വിഡിറ്റി കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വില കയറാൻ തുടങ്ങും. ആ വിലയുടെ 5 മടങ്ങായിട്ട് ടോക്കൺ പോക്കറ്റിൽ വില കയറാൻ തുടങ്ങും. ഈ സയൻസ്, ഈ ലോജിക്, ഇതിന്റെ പവർ, അതാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആണ്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. കൈ നിറയെ പണം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഇതുപോലെ പല ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലും നമ്മൾ ഇതുവരെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ സ്റ്റോക്കിലായിരിക്കാം, അതൊരു പക്ഷേ ക്രിപ്റ്റോ കറൻസി രംഗത്തായിരിക്കാം, അതൊരു പക്ഷേ ഫോറക്സ് ട്രേഡിംഗിലായിരിക്കാം, അതൊരു പക്ഷേ കമ്മ്യൂണിറ്റി മാർക്കറ്റിലായിരിക്കാം. ഞാനിപ്പോ കുറച്ചു നേരത്തെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡിലാണ്, മീൻസ് കമ്മ്യൂണിറ്റിയിലാണ്. സോ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം ട്രേഡ് ചെയ്യുന്നു. അദ്ദേഹം ട്രേഡ് ചെയ്യട്ടെ. ഒരു മാസം അദ്ദേഹം ചെയ്യുന്ന ട്രേഡ് $10 ലക്ഷം ആകട്ടെ. ആ ട്രേഡ് മുഴുവൻ അദ്ദേഹത്തിന് ലാഭകരമാകുമോ ഇല്ലയോ?
ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആൾക്കാർ പറയുന്നു എല്ലാ ട്രേഡും ലാഭകരമല്ല. എത്ര ഒരു മാസത്തിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട്? ഒരു 3 മുതൽ 10%. അതിൽ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോ ഒരു മാസം വലിയ എമൗണ്ടിന് ട്രേഡ് ചെയ്തിട്ട് പോലും ആ പ്രോഫിറ്റ് ഒതുങ്ങുന്നതിന്റെ കാരണം പല ട്രേഡും ലാഭകരമാണ്, പല ട്രേഡും നഷ്ടത്തിലാണ്. ഇതുവരെ ഒരു ട്രേഡർക്കും ഒരു വരുമാനം കൊടുത്തിട്ടില്ല. എന്നാൽ ടെതർ ഓഷ്യൻ ട്രേഡർ ആൻഡ് പ്രോ ട്രേഡർ പൂൾ ഇൻകം എന്നൊരു ആശയത്തിലൂടെ ഇവിടെ ആക്റ്റീവ് ട്രേഡേഴ്സിന് ഒരു വരുമാനം കൊടുക്കുന്നു, ഒരു മന്ത്ലി സാലറി പോലെ. അത് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ വരുന്ന കലണ്ടർ മന്തിൽ എത്ര ട്രേഡ് ആണ് നടത്തിയത് അതിനെ ബേസ് ചെയ്ത് പോയിന്റുകൾ അലോട്ട് ചെയ്യുന്നുണ്ടാകും. ട്രേഡർ പോയിന്റ് കിട്ടാൻ വേണ്ടി സിസ്റ്റം പറയുന്നു $250 ടോവ ബൈ ചെയ്യണം സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന്, $750 ടോവ ബൈ ചെയ്യണം മാർക്കറ്റ് പ്ലേസിൽ നിന്ന്. രണ്ടും ബൈ പ്രോസസ് ആണ് ചെയ്യേണ്ടത്. ട്രേഡർ പോയിന്റ് നേടാൻ വേണ്ടി ചെയ്യേണ്ടത് രണ്ടും ബൈ പ്രോസസ് ആണ്. സോ 250:750 എന്ന റേഷ്യോയിൽ നമുക്ക് എത്രമാത്രം ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത് അത്രയും പോയിന്റ് ആയിട്ട് മാറും. സോ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്, ഏപ്രിൽ മാസത്തിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ ഒരാൾ $3000 കൊണ്ട് ബൈ ചെയ്തു ടോവയിൽ. സോ 250ന്റെ എത്ര മടങ്ങായി? 12 മടങ്ങായി. സോ 12 250ന്റെ ട്രേഡ് നടന്ന ഒരു ഫീല് വെറും $3000 പർച്ചേസ്, $3000 പർച്ചേസ് ടോവയിൽ സ്മാർട്ട് കോൺട്രാക്ട് നടത്തിയപ്പോൾ സംഭവിച്ചു. സോ ആ പോയിന്റ് അത്രയും പകരമായി മാർക്കറ്റ് പ്ലേസിൽ നിന്ന് അദ്ദേഹം വാങ്ങുകയാണ്. ഒരു $3000 പർച്ചേസ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങി. സ്വാഭാവികമായിട്ടും ഈ 3000 മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങുമ്പോൾ ഒറ്റയടിക്ക് വാങ്ങണം നിർബന്ധമില്ല കേട്ടോ. 1000 3 പ്രാവശ്യം വാങ്ങി, അല്ലെ 500 അങ്ങനെ 6 പ്രാവശ്യം വാങ്ങി. സോ $3000 പർച്ചേസ് മാർക്കറ്റ് പ്ലേസിൽ നടന്നു. അപ്പൊ 750 എത്ര ഗുണിതമാണ് 3000? 4 ഗുണിതം. സോ അവിടെ 12 പോയിന്റിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇവിടെ 4 നടന്നു, 4 പോയിന്റ് ജനറേറ്റ് ആയി. അപ്പൊ ഇനിയും മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയാലോ വീണ്ടും പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ കറക്റ്റ് 250 കറക്റ്റ് 750 അങ്ങനെ കാൽക്കുലേഷൻ ഇല്ല. നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, വാങ്ങുക. ടോവയിൽ നിന്ന് സ്മാർട്ട് കോൺട്രാക്റ്റിൽ വാങ്ങുക, മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ടോവ വാങ്ങുക. ഈ രണ്ട് വാങ്ങൽ പ്രക്രിയയുടെ റേഷ്യോ 250 കൂട്ടിയിട്ട് പോയിന്റ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വാങ്ങിയ യൂണിറ്റ് അത്രയും മാർക്കറ്റ് പ്ലേസിൽ വിൽക്കാനുള്ളതാണ്. പ്രോ ട്രേഡർ പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്ലേസിൽ എത്ര വാങ്ങിയോ, $1000 വാങ്ങിയിട്ടുണ്ട്, $1000 വിൽപ്പന നടന്നിട്ടുണ്ട് എങ്കിൽ ഒരു പ്രോ ട്രേഡർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുകയായി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ $3000 വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയത് ഉറപ്പായിട്ടും അവർ വിൽക്കും. എവിടെ വിൽക്കും? മാർക്കറ്റ് പ്ലേസിൽ വിൽക്കും. സോ $3000 വിൽപ്പന ഉറപ്പായിട്ട് നടക്കും എങ്കിൽ 3 പോയിന്റ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. സോ ഒരു മാസത്തിൽ എത്ര ട്രേഡ് നമുക്ക് ചെയ്യാൻ സാധിക്കും? $10 ലക്ഷം ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ? ചെയ്തോളൂ. ആ ട്രേഡ് ആണ് നമ്മുടെ ട്രേഡർ ആൻഡ് പ്രോ ട്രേഡർ പോയിന്റ്. സിസ്റ്റം പറയുന്നു ഈ പോയിന്റുകൾ നമുക്കൊരു മന്ത്ലി ഇൻകം ആയിട്ട് മാറും. എല്ലാ കലണ്ടർ മാസം ക്ലോസ് ചെയ്യുമ്പോൾ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കും. ആ പോയിന്റിലേക്ക് സിസ്റ്റം സർവീസ് സാഹചര്യത്തിൽ കിട്ടിയ റവന്യൂവിൽ നിന്ന് 10% ആഡ് ചെയ്യും പ്രോ ട്രേഡറിലേക്ക്, 10% ട്രേഡർ പോയിന്റിലേക്കും ആഡ് ചെയ്യും. ടോവയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 5% തുല്യമായിട്ട് രണ്ടിലേക്കും ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഫണ്ട് ടോട്ടൽ പോയിന്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. ആ പോയിന്റ് നമുക്ക് വരുമാനമായിട്ട് മാറും. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എനിക്ക് നേടാൻ സാധിച്ചത് $97 ആണ് ട്രേഡർ പ്രോ ട്രേഡർ പോയിന്റ് ഇൻകം ആയിട്ട് മാത്രം. അത് USDT ആയിട്ട് എനിക്ക് ലഭിച്ചു. ഞാൻ വിഡ്രോ ചെയ്തു, അത് എൻജോയ് ചെയ്തു. എന്നാൽ അതിനുവേണ്ടി ഞാൻ ചെയ്ത ട്രേഡ് എല്ലാം എനിക്ക് ലാഭകരമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ? ലോകത്തെ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആരും ട്രേഡ് ചെയ്താലും അവരുടെ ആഗ്രഹം അതല്ലേ? എന്റെ പണം ഉപയോഗിച്ച് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് ലാഭം കിട്ടണം, എനിക്ക് നഷ്ടം വരണമെന്ന് ചിന്തിച്ചിട്ട് ഒരു ട്രേഡും ലോകത്ത് ആരും ചെയ്യുന്നുണ്ടാകില്ല. പക്ഷേ കാൻഡിൽ നോക്കി, ന്യൂസ് നോക്കി, ട്രെൻഡ് നോക്കി, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കി, ലോക്കൽ പൊളിറ്റിക്സ് നോക്കി, ആർമികളുടെ മൂവ്മെന്റ് നോക്കി ട്രേഡ് എല്ലാം എടുത്തിട്ടും എന്തുകൊണ്ടാണ് നഷ്ടം വരാൻ കാരണം? ഇതൊന്നുമല്ലാത്ത മാർക്കറ്റിനെ എക്സ്റ്റേണൽ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ചില ഫാക്ടേഴ്സ്, ചില ഗെയിമുകൾ
ചില പ്ലെയേഴ്സ്, ബൾക്ക് ബയേഴ്സ്, ബൾക്ക് സെല്ലേഴ്സ് നമ്മുടെ തീരുമാനത്തിന് വിരുദ്ധമായി മാർക്കറ്റിനെ കൊണ്ടുപോകാൻ കാരണമാക്കി തീർക്കുന്നു. എന്നാൽ ചതുറോഷൻ മാർക്കറ്റ് പ്ലേസിൽ ഇത്തരം സാഹചര്യങ്ങളില്ല. പണമുണ്ടോ വാങ്ങിവെക്കുക, ലാഭത്തിലെത്തുമ്പോ വിൽക്കുക, വീണ്ടും പണം വരുമ്പോ വാങ്ങിവെക്കുക, ലാഭത്തിലെത്തുമ്പോ വിൽക്കുക. എത്ര കാത്തിരുന്നാലും 30% തരൂ. ഇത് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊരാൾക്കും കൈ നിറയാൻ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇതിനൊന്ന് റെക്കമെൻഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഒരു സോഷ്യൽ മാർക്കറ്റിംഗ് കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ സോഷ്യൽ മാർക്കറ്റിംഗ് കരിയറിൽ നിങ്ങളുടെ പരിചയക്കാരെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ രജിസ്ട്രേഷൻ പ്രൊസീജിയറിന് വേണ്ടി $20 എല്ലാവരും സ്പെൻഡ് ചെയ്യും. ആ $20 ബേസ് ചെയ്തുകൊണ്ട് 10% ഫസ്റ്റ് ലെവലിൽ, സെക്കൻഡ് ലെവലിൽ 3% നിങ്ങൾക്ക് വരുമാനമായി കിട്ടും. 3, 4, 5 ലെവലിൽ 2%. പക്ഷെ അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ID മിനിമം $50 ആയിരിക്കണം. അതെങ്ങനെ ശരിയാവും? $20 രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. ആയിക്കോട്ടെ, രജിസ്ട്രേഷൻ $20 മതി. പക്ഷെ നിങ്ങൾ ടോവയിൽ നിന്ന് ഒരു $30 വാങ്ങാമല്ലോ. അപ്പൊ ID വാല്യൂ 50 ആയില്ലേ? സിമ്പിൾ ലോജിക്കാണ്. വലിയ തലവേദന ഒന്നുമില്ല, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. 5 പേരെ ഈ സിസ്റ്റത്തിൽ പരിചയപ്പെടുത്തണം. എന്തിനാ? 3, 4, 5 ലെവലിൽ ഇൻകം കിട്ടാൻ. അല്ല, ഇൻകം ആവശ്യമില്ലെങ്കിൽ ഒരാളെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും സംഭവിക്കാനില്ല. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. ഇന്ന് രാവിലെ എന്നെ സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, സാർ, ഈ സിസ്റ്റത്തിൽ ഒരാൾ വരുന്നു, അയാൾ പണം മുടക്കുന്നു, അയാൾ ട്രേഡ് ചെയ്യുന്നു, അയാൾ ലാഭം എടുക്കുന്നു, അത് ശരിയാണോ? അയാളുടെ ചോദ്യമാണ്, അത് ശരിയാണോ? ഈ സിസ്റ്റത്തിൽ നെറ്റ്വർക്ക് ചെയ്യേണ്ടതല്ലേ? അയാൾ ശരിക്കും നെറ്റ്വർക്ക് ചെയ്യാൻ വരേണ്ട ആളല്ലേ? അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന് വലിയ ബാധ്യതയല്ലേ? സത്യത്തിൽ അദ്ദേഹത്തിന്റെ ചോദ്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇവിടെ സിസ്റ്റത്തിൽ നെറ്റ്വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു നിർബന്ധവുമില്ല. പക്ഷെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ഇൻകത്തിന്റെ സോഴ്സ് കണ്ടാൽ നമ്മൾ അറിയാതെ റെക്കമെൻഡ് ചെയ്യും. എന്തുകൊണ്ട്? വരുമാനമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. ഇന്ന് വരുമാനം കൂട്ടിയെടുക്കാനുള്ള മാർഗങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിൽ വേണ്ടിയാണ് സമൂഹം കടന്നു പോകുന്നത്. വരുമാനം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. വരുമാനം ഉണ്ടാക്കാനുള്ള സോഴ്സ് ചതുരോഷൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ $20 രജിസ്റ്റർ ചെയ്ത സുഹൃത്ത് ടോവയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്താൽ സിസ്റ്റം ഫസ്റ്റ് ലെവലിൽ 15% നമുക്ക് കമ്മീഷൻ തരും. സെക്കൻഡ് ലെവലിൽ 4.5% കമ്മീഷൻ തരും. ഒരു ക്രൈറ്റീരിയയും ഇല്ല അതിന്. 3, 4, 5 ലെവലിൽ 3% കമ്മീഷൻ തരും. നേരത്തെ പറഞ്ഞ അതേ ക്രൈറ്റീരിയ തന്നെ അവിടെ ആവശ്യമുള്ളൂ. 6, 7, 8 ലെവലിൽ 1.5% കമ്മീഷൻ ഉണ്ട്. 9, 10 ലെവലിൽ 0.75% ഇൻകം ഉണ്ട്. ഇത് കിട്ടണമെങ്കിൽ മിനിമം $100 നമ്മുടെ ID വാല്യൂ മാറിയിട്ടുണ്ടാകണം. 5 ഡയറക്റ്റ് റെഫറൽ അവിടെയും ചെയ്താൽ മതി. അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു 5 ഡയറക്റ്റ് റെഫറിന്റെ ആവശ്യം സിസ്റ്റം പറയുന്നില്ല. $500 ഡയറക്റ്റ് ബിസിനസ് വോളിയവും ചെയ്യണം. നോക്കൂ സുഹൃത്തുക്കൾ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കടന്നു വരുമ്പോൾ $20 രജിസ്റ്റർ ചെയ്ത് $100 ടോവയിൽ വാങ്ങിയാൽ നമ്മുടെ ID വാല്യൂ 100 ആയല്ലേ? ശരിയല്ലേ? അങ്ങനത്തെ 5 പേരെ സ്പോൺസർ ചെയ്താൽ $500 ID ആയി, 5 പേരുടെ സ്പോൺസർഷിപ്പും ആയി. ഇത് 10 ലെവൽ ഇൻകത്തിന് എലിജിബിലിറ്റി വാങ്ങുക എന്നുള്ളത് വളരെ ഈസിയാണ്. നമുക്കൊരു ഫോക്കസ് ഉണ്ടായാൽ മതി. അത് ഞാൻ ചെയ്യും, അത് ഞാൻ നേടും, അത് ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കും, 1 മണിക്കൂർ കൊണ്ട് പൂർത്തീകരിക്കും. അല്ല, ഞാൻ 1 മാസം കൊണ്ടേ പൂർത്തീകരിക്കുള്ളൂ, 1 വർഷം കൊണ്ടേ ഞാൻ പൂർത്തീകരിച്ചോളൂ. ആയിക്കോളൂ. സിസ്റ്റത്തിന് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വരുമാനം വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരാൾ, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നല്ല ബിസിനസ് ഓളി നടക്കുന്നുണ്ട്. ഏതാണ്ട് $11,000 ബിസിനസ് അവിടെ നടന്നു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ ഇൻകം വളരെ തുച്ഛമാണ്. കാരണം എന്താണെന്നറിയോ? 2 പേരെ മാത്രമേ സ്പോൺസർ ചെയ്തിട്ടുള്ളൂ. ഒരു 3 പേരുടെ സ്പോൺസർ ചെയ്താൽ $500 ബിസിനസ്സിലെത്തിയാൽ വലിയൊരു വരുമാന സോഴ്സ് അവർക്ക് കിട്ടാനുണ്ട്. അവർ അത് മനസ്സിലാക്കിയിട്ടില്ല. അവരിങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാങ്ങുന്നു, വിൽക്കുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു. ഈ ഇൻകം സോഴ്സിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. രസകരമായ സത്യം, മനസ്സിലാക്കി ചെയ്താൽ ചതുറോഷൻ പ്ലാറ്റ്ഫോം കൈനിറയെ പണം ഉണ്ടാക്കി തരും. അതിനെന്താണ് വേണ്ടത്? വരുന്ന എല്ലാവരും $20 രജിസ്റ്റർ ചെയ്യുന്നു, $100 ടോവ് വാങ്ങുന്നു, അത്തരത്തിലുള്ള 5 പേരെ സ്പോൺസർ ചെയ്യുന്നു. സുഹൃത്തുക്കൾ,
വളരെ മനോഹരമായി ചെയ്യാൻ പറ്റുന്ന ബിസിനസിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, ഏറ്റെടുക്കാൻ പറ്റണം. മാർക്കറ്റ് പ്ലേസിൽ അതുപോലെ തന്നെ ഇൻകം ഉണ്ട്. ലെവൽ 1-ൽ 10%, ലെവൽ 2-ൽ 3%, ലെവൽ 3, 4, 5-ൽ 2% വീതമുണ്ട്, 6, 7, 8 ഈ ലെവലിൽ 1% വീതമുണ്ട്, ലെവൽ 9, 10-ൽ 0.5% വീതമുണ്ട്. അത് ബൈ നടക്കുമ്പോൾ കൊടുക്കുന്ന 1% സർവീസ് ചാർജിൽ നിന്നും സെല്ല് നടക്കുമ്പോൾ കൊടുക്കുന്ന 3% സർവീസ് ചാർജിനെ ബേസ് ചെയ്ത് മാത്രമാണ്. അതായത് $1000 കൊണ്ട് ഞാൻ ബൈ ചെയ്താൽ, മാർക്കറ്റ് പ്ലേസിൽ ബൈ ചെയ്താൽ $1000 10% എനിക്ക് തരൂല. $1000 ബേസ് ചെയ്ത് ഞാൻ കൊടുത്ത സർവീസ് ചാർജ് $10 ആ $10 10% തരും. നോക്കൂ എത്ര ബ്രില്യന്റ് ആയിട്ടാണ് എന്റെ കാൽക്കുലേഷൻ വെച്ചിരിക്കുന്നത്. സിസ്റ്റത്തിന് ഒരു ബാധ്യതയും ഇല്ലാതെ ഈ സിസ്റ്റത്തിന് ലഭിക്കുന്ന വരുമാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റവന്യൂ ഷെയറിംഗ് സിസ്റ്റം കാലാകാലം നിലനിൽക്കുമെന്ന് പറയുന്നതിന്റെ റീസൺ സിസ്റ്റം എത്ര കാലം കഴിഞ്ഞു പോകുമ്പോഴും ടെൻഷൻ ഫ്രീ ആണെന്നുള്ളതാണ്. വാങ്ങുന്ന യൂണിറ്റ് മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യപ്പെടുമ്പോൾ വേറൊരു ബയർ വാങ്ങിയിട്ട് പോകുന്നു. അവിടെയും സിസ്റ്റം ടെൻഷൻ ഫ്രീ ആണ്. ആ കസ്റ്റമർ എത്ര പ്രാവശ്യം വാങ്ങട്ടെ, എത്ര പ്രാവശ്യം വിൽക്കട്ടെ, എത്ര പ്രാവശ്യം ലാഭം എടുക്കട്ടെ, സിസ്റ്റം ടെൻഷൻ ഫ്രീ ആണ്. സോ ട്രേഡ് ചെയ്യട്ടെ, ട്രേഡിംഗ് കൂടട്ടെ, ബൈയും സെല്ലും അധികരിക്കണം. ഇന്ന് 10,000 പ്രാവശ്യം ബൈ നടന്നു, 10,000 പ്രാവശ്യം സെല്ല് നടന്നു, മീൻസ് 20,000 പ്രാവശ്യം ഇന്ന് വില മാറി. രസകരമായ സത്യം ഇത് തന്നെയാണ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഇത് തന്നെയാണ് ട്രഡീഷണൽ ബിസിനസ്. പക്ഷെ ട്രഡീഷണൽ ബിസിനസിനെ എങ്ങനെ ടെക്നോളജി ഓറിയന്റഡ് ആയിട്ട് മാറ്റാമെന്ന ചിന്തയിൽ നിന്നാണ് ചതുരോഷ് എന്ന പ്ലാറ്റ്ഫോമിന്റെ റിയാലിറ്റി കടന്നു വരുന്നത്. ആ റിയാലിറ്റിയിലേക്ക് സിസ്റ്റം പറയുന്നു 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് ഇൻകം തരാനുള്ള ഓപ്പർച്യൂണിറ്റി വരും റാങ്കുകൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ. റാങ്ക് ക്വാളിഫൈ ചെയ്താൽ എല്ലാ ലെവലിലും ആ റാങ്ക് ബോണസ് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. അതായത് 10% വരുന്ന ഫസ്റ്റ് ലെവൽ 14%ത്തിലേക്കും സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്താൽ, 15% വരുന്ന ഫസ്റ്റ് ലെവൽ 19%ത്തിലേക്കും സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്താൽ. സോ $100 പാക്കേജ്, 5 ഡയറക്ട് റെഫറൽ, $500 ബിസിനസ് വോളിയം, അത് ചെയ്ത ഒരു ആൾ ടോട്ടൽ ടീം വോളിയം 5000-ൽ എത്തുമ്പോൾ സിൽവർ ആയിട്ട് മാറി 4% എക്സ്ട്രാ കിട്ടുന്നു. 5 ലൈനുകൾ നമുക്കുണ്ട്. അതിൽ ഏതെങ്കിലും 2 ലൈനിൽ ഓരോ സിൽവറിനെ ക്രിയേറ്റ് ചെയ്യുന്നു, $25,000 ബിസിനസ് ചെയ്യുന്നു, 8%ത്തിലേക്ക് ഇൻകം മാറുന്നു. എക്സ്ട്രാ ഇൻകം അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് എമറാൾഡ് റാങ്കിൽ എത്തുമ്പോൾ $1,00,000 ബിസിനസ് വോളിയമാണ് ചെയ്യേണ്ടത്. 2 ഗോൾഡ് ആണ് ഡിഫറെന്റ് ലൈൻസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്, 12% നമുക്ക് എക്സ്ട്രാ കിട്ടും. ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോൾ $5,00,000 ബിസിനസ് വോളിയം, 2 എമറാൾഡിനെ ക്രിയേറ്റ് ചെയ്യപ്പെടണം, 16%ത്തിലേക്ക് അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറും. ഈ ഇൻകം കൊടുക്കുമ്പോൾ ഒരു ഡയമണ്ട് ലീഡറിന് താഴെ 2 എമറാൾഡ് ഉണ്ട്, ആ എമറാൾഡിന് താഴെ 4 ഗോൾഡുകൾ ഉണ്ട്, ആ ഗോൾഡിന് താഴെ 8 സിൽവറുകൾ ഉണ്ടാകും. സോ ആ സിൽവറിന് താഴെയാണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ 4% സിൽവർക്ക്, 4% ഗോൾഡിന്, 4% എമറാൾഡിന്, 4% ഡയമണ്ടിന് ഗ്യാപ് കമ്മീഷനെ സിസ്റ്റം കൊടുക്കൂ. ആ 2 എമറാൾഡും ഡയമണ്ടായി മാറി. സോ അദ്ദേഹത്തിന്റെ ലൈനിൽ 2 ഡയമണ്ടുകൾ വന്നു കഴിഞ്ഞു, ഇദ്ദേഹവും ഡയമണ്ട് ആണ്. സോ ആ ലൈനിൽ നിന്ന് റാങ്ക് ബോണസ് പിന്നെ കിട്ടില്ല. പക്ഷെ ആ 2 ലൈനില്ലാതെ ബാക്കി എല്ലാ ലൈനിൽ നിന്നും ഡയമണ്ട് ബോണസിന്റെ റാങ്ക് ബോണസ് കിട്ടുകയും ചെയ്യും. ഒരു ഡയമണ്ട് ലീഡർ ഈ സിസ്റ്റത്തിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയപ്പോ ഒരു ഡയമണ്ട് ക്വാളിഫൈ ചെയ്ത ലീഡർ ഒരു പ്രോപ്പർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത ഒരാളാണെങ്കിൽ, പ്രോപ്പർ നെറ്റ്വർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായ ഒരു ഡെപ്തും ഒരു വിഡ്ത്തും ക്രിയേറ്റ് ചെയ്ത് ഡയമണ്ട് ലീഡർഷിപ്പിൽ എത്തിയ ഒരാളാണെങ്കിൽ പെർ ഡേ അദ്ദേഹം വിഡ്രോ ചെയ്യാൻ പോകുന്ന എമൗണ്ട് $10,000 ആയിരിക്കും, കമ്മീഷനായിട്ട് മാത്രം. $10,000 അദ്ദേഹം വിഡ്രോ ചെയ്യണമെങ്കിൽ അദ്ദേഹം എത്ര എമൗണ്ടിന് റീബൈ ചെയ്യണം? കാരണം നമ്മുടെ പാക്കേജിന്റെ 3x ആണ് ഇവിടുത്തെ ഇൻകം ലിമിറ്റ്. $1,000 വാങ്ങിയാൽ $3,000 വരെ വിഡ്രോ ചെയ്യാം, $10,000 വാങ്ങിയാൽ $30,000 വരെ വിഡ്രോ ചെയ്യാം. അതിൽ കൂടുതൽ ഇൻകം വന്നാൽ വിഡ്രോ ചെയ്യണമെങ്കിൽ വീണ്ടും റീബൈ ചെയ്യണം. ഇവിടെ പരമാവധി നടക്കാൻ പറ്റുന്ന റീബൈ ലിമിറ്റ് 5,000 ആണ്. സോ അദ്ദേഹം $10,000 വിഡ്രോ ചെയ്യണമെങ്കിൽ ഒരു ദിവസം $3,500 മേലെ റീബൈ ചെയ്തുകൊണ്ടിരിക്കണം. സോ 2 ഡയമണ്ടിനെ ക്രിയേറ്റ് ചെയ്തപ്പോ അപ്ലൈൻ ഡയമണ്ടിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഈ 2 ഡയമണ്ടും ഡെയിലി $3,500 മേലെ ഉറപ്പായിട്ടും ബൈ ചെയ്യും. എവിടെ? ടോവയിൽ. കാരണം ടോവയിൽ നിന്ന് ബൈ ചെയ്യുമ്പോഴാണ് ഇൻകം ലിമിറ്റ് കൂടുതൽ കിട്ടുള്ളൂ. അത് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് അതിന്റെ 3 ഇരട്ടിക്ക് അവർ ബൈ ചെയ്തേ പറ്റൂ. ഇവിടെ നിന്നെല്ലാം റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 31% എന്ന റേഞ്ചിലാണ് ഈ ഡയമണ്ട് ലീഡർക്ക് കിട്ടാൻ പോകുന്നത്. സോ ഈ സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആണ്. ചതുരോഷൻ പ്ലാറ്റ്ഫോം സംതിങ് ഡിഫറെന്റ് ആണ്.
കൈ നിറയെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നമ്മൾ പല പ്രോഗ്രാമിലൂടെ കടന്നു പോയപ്പോ അത് മാത്രം ഇതുവരെ റിയലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുന്നില്ല. പക്ഷെ ചതുരോഷൻ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരൂ, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. ഇതുവരെ നിങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് പൂർണ്ണമായിട്ടും പണമാക്കി മാറ്റിയെടുക്കാൻ ചതുരോഷൻ പ്ലാറ്റ്ഫോം നിങ്ങളെ സഹായിക്കും. ട്രേഡ് ചെയ്ത് വലിയ ബാധ്യത വരുത്തിയ ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ചതുരോഷന്റെ മാർക്കറ്റ് പ്ലേസിനെ. ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഗ്രോത്തിന്റെ സമയമാണ്. ഒരു പുതിയ അൽഗോരിതം അതിനുവേണ്ടി ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ 14 മാസം കൊണ്ട് അൽഗോരിതത്തിന്റെ ലോജിക്ക് പക്ക പെർഫെക്റ്റ് ആണെന്ന് മാർക്കറ്റിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഈ ആശയത്തെ മനസ്സിലാക്കാൻ, ഏറ്റെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ബിലൗഡ് ശിവദാസ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. വണ്ടർഫുൾ പ്രസന്റേഷൻ, വളരെ നന്നായി. എനർജി ലെവൽ ടു ഹൈ. സൂപ്പർ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒരു 10-15 മിനിറ്റ് ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. ഒരു കാര്യം ഒന്നുകൂടെ അനൗൺസ് ചെയ്യാണ്. നാളെ രാവിലെ 11 മണിക്ക് സിസ്റ്റത്തിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാകും. അത് ലേറ്റ് ആയിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി അനൗൺസ് ചെയ്യുന്നു. രാവിലെ 11 മണിക്ക് അതിന് സൂം ലിങ്കുകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടാകും. ആ ലിങ്കുകൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ശിവ സാർ, നമുക്ക് സെയിം ലിങ്ക് തന്നെ യൂസ് ചെയ്യണോ അതോ വേറെ ലിങ്ക് യൂസ് ചെയ്യണോ? ഇത് തന്നെ മതി. സോ മെസ്സേജ് മാറ്റി ഒന്ന് റീപോസ്റ്റ് ചെയ്യാം. ഓ യെസ്. ഓക്കെ, രാവിലെ 11 മണിക്ക് ട്രെയിനിങ് പ്രോഗ്രാം. എല്ലാവരും കറക്റ്റ് സമയത്ത് പങ്കെടുക്കുക. എല്ലാവരെയും മാക്സിമം പങ്കെടുപ്പിക്കുക. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ജോബിൻ സർ അൺമ്യൂട്ട് ചെയ്തോ? ഹലോ, പറയൂ സർ. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. എനിക്കൊരു ഇത് വിഡ്രോ വന്നിട്ട് ഇതുപോലെ പാർഷ്യലി എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. മറ്റേ ഓക്കെ അത് ഞാൻ ഓൾറെഡി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ? ഞാൻ ഇപ്പൊ പറയണോ? വേണ്ട, കാരണം ഇത് ഒരു ജനറലി വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഞാൻ ഓൾറെഡി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? മനസ്സിലായല്ലേ? അപ്പൊ ഐ ഡി എങ്ങനെയാ മനസ്സിലായത്? എന്റെ ഐ ഡി. ഹലോ, ഐ ഡി മനസ്സിലാകണ്ടേ? ഫോർവേഡ് ചെയ്ത് സാർ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കേൾക്കുന്നില്ലേ ഞാൻ പറയണേ? വോയിസ് ബ്രേക്ക് ആവുണ്ടോ? ഹലോ, ഇവിടെ ഇത്തിരി ഇടിമിന്നലൊക്കെ നടക്കുന്നുണ്ട്. ഹലോ, ഹലോ. സാജൻ ഓക്കെ സാർ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ സാറേ, ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, വിളിച്ചിട്ട് സാറിനെ കിട്ടിയില്ല. രണ്ട് കാര്യങ്ങൾക്കായിരുന്നു. ഒന്ന്, നമ്മുടെ വിഡ്രോവല് കൊടുത്തിട്ട് നമ്മുടെ അതിനകത്തേക്ക്
ടൈം താമസിച്ചാണോ വരുന്നതെന്ന് ഉള്ളതൊന്ന് കൺഫർമേഷൻ ചെയ്യണമായിരുന്നു. വിഡ്രോവൽ നമുക്ക് കൊടുത്തിട്ട് നോർമലി ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഒരു 24 hours മേലേക്ക് നമുക്ക് വരുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ, ആ കാരണം ഓക്കെ കൂടുതൽ ആൾക്കാർ നമ്മുടെ മാർക്കറ്റ് പ്ലേസിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരും ടോവയിൽ ICOയിലേക്കാണ് ആദ്യം പോകുന്നത്. ഓ ഓ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് പിന്നെ നിങ്ങൾ അടുത്ത 3 ഇരട്ടി വാങ്ങിക്കണമല്ലോ. ആ അപ്പൊ അതുകൊണ്ട് ഓക്കെ സെല്ലേഴ്സിനെക്കാട്ടും കുറച്ച് കുറവാണ് ബയേഴ്സ്. പക്ഷെ നിങ്ങൾക്ക് അവിടെ മുകളിൽ വോളിയം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വോളിയം നടക്കുന്നുണ്ട്, ബയേഴ്സും സെല്ലേഴ്സും. നമ്മളിപ്പോ ഏതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോയാലും നിങ്ങൾക്ക് ഓൾവേസ് നിങ്ങൾക്ക് സെൽ ഓർഡേഴ്സും കാണാൻ പറ്റും, ബൈ ഓർഡേഴ്സും കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ഇപ്പൊ എൻ്റെ ഒരു ക്ലയന്റ് കഴിഞ്ഞ ഒരു 2-ാം തീയതി ഒരു ട്രേഡ് ഇട്ടിരുന്നു. അത് ആ അന്ന് 5 ദിവസത്തേക്കെന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റം വന്ന സമയമായിരുന്നു ആ ടൈം. അപ്പൊ അതും കൂടെ അതെ, ഉദ്ദേശിച്ച് 1-ാം തീയതി 2-ാം തീയതി മാത്രം, 3-ാം തീയതി കാലത്ത് മാറി. പുള്ളിയോട് ആ പ്ലാൻ പറഞ്ഞ് പുള്ളീനെ കൊണ്ട് ഒരു $1000 അക്കൗണ്ട് തുടങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 500 ബേസിക്കൽ വാങ്ങിച്ചിട്ട് ബാക്കി 500 മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ചെയ്തത്. പക്ഷെ അത് ഓക്കെ, ചെയ്തു വന്നപ്പോഴത്തേക്കും ഇത് കറങ്ങിക്കൊണ്ടിരുന്നു. അത് നെറ്റ് കുറവ് പോലെ ഒന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. അത് പോസ്റ്റ് ആയില്ല. പിന്നെ കുറച്ച് ആ കഴിഞ്ഞ് രണ്ടാമത് റീട്രൈ ചെയ്തപ്പോൾ ഇത് രണ്ടും പോയി പോസ്റ്റായി. അപ്പൊ ആക്ച്വലി ഒരൊറ്റ ടെതറോഷൻ തന്നെ 1020 ടെതറോഷൻ തന്നെ കയറിയതായിട്ട് അപ്ലൈൻ ആയിട്ടുള്ള എൻ്റെ അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ ഓക്കെ. ഡയറക്ടർ ഡൗൺലൈൻ്റെ അതിൽ ആ ബിസിനസ് 1020 കാണിക്കുന്നുണ്ട്. അത് ഏത് അദ്ദേഹം ഐഡിയിലാണ് സംഭവിച്ചതെന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് ഞാൻ ചെയ്യാതെ ഞാൻ സപ്പോർട്ട് അയച്ചു ടീമിന് തന്നിട്ടുണ്ട്. കൊടുക്കാം. ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ആണല്ലേ? അയച്ചു തന്നിട്ടുണ്ട്. ഒന്നുകൂടി അപ്പൊ അത് നാളെ കാലത്ത് ഒരു പുള്ളിയുടെ 11 മണി, കാരണം നമ്മുടെ സപ്പോർട്ട് ടീം സ്റ്റാർട്ട് ചെയ്യുന്നത് 11:30 മണിക്കാണ് ഉച്ചയ്ക്ക്. ആ വൈകുന്നേരം 7 മണി വരെ ഉണ്ടാവും. ശരി. നാളെ ഒന്നുകൂടി തന്നു കഴിഞ്ഞാൽ നാളെ തന്നെ അത് കറക്റ്റ് ചെയ്ത് തരാം. ഞാൻ ഇന്നലെ അയച്ചിട്ടുണ്ട്, ഇന്ന് ഒന്നുകൂടി അയച്ചിട്ടുണ്ട്. നാളെ ഇനി ഒന്നുകൂടി അയക്കണേ ഒന്നുകൂടി അയക്കാം. അതായത് പുള്ളിക്കത് 4 അയച്ചോളൂ ദിവസം അയച്ചോളൂ. കഴിഞ്ഞ് കാരണം എന്താ വെച്ചാലേ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമ്മളത് മിസ്സായി പോകും. കാരണം ഞങ്ങൾ 2 പേരാണ് ഇത് മൊത്തം ഹാൻഡിൽ ചെയ്യണേ. ഓക്കെ ഒരാളാണെങ്കിൽ മലേഷ്യയിൽ ഇരിക്കുകയാണ്, അവിടെ വയറിളക്കവും ബഹളമൊക്കെ ആയിട്ട് പുള്ളിയോടെ റെസ്റ്റില്ല, ഓക്കെ നാട്ടിലേക്ക് എത്താൻ ഓക്കെ പറ്റിയിട്ടില്ല പാടത്. ഓക്കെ ഓക്കെ പിന്നെ ഞാൻ മാത്രമേ ഉള്ളത്. നമുക്ക് മീറ്റിംഗ് എടുക്കണം, ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഇതിലാണ്. വേറൊരാളെ നമുക്ക് ധൈര്യമായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയായിട്ടില്ല. ഇപ്പൊ നമുക്ക് ആ നമ്മളത് ചെയ്യുന്നുണ്ട്. $1000 ഇട്ടിരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ പുള്ളി അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന പുള്ളിക്ക് അപ്പൊ കറക്റ്റ് ടൈമിൽ പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പുള്ളിക്ക് അതൊരു നെഗറ്റീവ് ആവും. പുള്ളിയുടെ കെയർ കുറെ അധികം ബിസിനസ് നമുക്ക് വരാനുള്ളതാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അപ്പൊ അത് നാളെ തന്നെ ഒന്ന് പരിഹരിച്ചു തരണം. ഞാൻ ചെയ്യാം. ഒന്നുകൂടി ഇട്ടേക്കാം കേട്ടോ. ആയിക്കോട്ടെ. 11:30 ഓക്കെ. കഴിഞ്ഞിട്ട് വിട്ടാൽ മതി കേട്ടോ. എങ്ങനെ? 11:30 കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ആ ശരി 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 ആയിക്കോട്ടെ സാർ. നാളെ എന്താ വെച്ചാൽ 11 മണിക്ക് നമുക്ക് മീറ്റിംഗ് ഉണ്ടല്ലോ. അപ്പൊ മീറ്റിംഗ് മിക്കവാറും ഒരു 1 o'clock വരെ ഉണ്ടാവും. ഓക്കെ കാരണം അതിന്റെ ഇടയിൽ കോൾസ് വരുമ്പോൾ എടുക്കാൻ പറ്റില്ല. ശരി ശരി ശരി. അപ്പൊ കോൾ അഥവാ എടുത്തില്ലെങ്കിൽ പോലും വാട്സപ്പിൽ വിടും സാർ. അതൊന്ന് കറക്റ്റ് ആയിക്കോട്ടെ ചെയ്ത് തന്നെ. ആയിക്കോട്ടെ 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 ഷുവർ. താങ്ക് യു. റോയ്. റോയ് അൺമ്യൂട്ട് ചെയ്തോളൂ. ജസിൻ. സാറേ നമസ്കാരം. നമസ്കാരം. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എനിക്ക് അറിയുന്നത് വെച്ചാൽ ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ ഇത് എത്ര ചെയ്യാൻ പറ്റുന്ന ഒന്ന്. എങ്ങനെ? മിനിമം നമ്മൾ ശരിക്കും എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അറിയണം. മിനിമം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു വ്യക്തി വരണമെങ്കിൽ $20 ടെതറോഷനിൽ വേണം. ടെതറോഷനിലാണ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു $7 യൂണിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിനും ഗ്രോത്ത് ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ ടോവയിലോ വന്നിട്ട് മിനിമം $20 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. $20 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതെ ഒരു പുതിയൊരു കസ്റ്റമർ വരുമ്പോൾ $40 സ്റ്റാർട്ട് ചെയ്യാം. അതെ അതെ. പിന്നെ രണ്ടാമത് സാറേ, ഈ ട്രേഡ് എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് സിസ്റ്റം? ട്രേഡിന് മാക്സിമം 2 പ്ലാറ്റ്ഫോമിലും നമുക്ക് ടോവയിൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്ന് ICO പ്ലാറ്റ്ഫോമാണ്, ഒന്ന് മാർക്കറ്റ് പ്ലേസ് ആണ്. രണ്ടിലും നമുക്ക് $20 നമുക്ക് മാക്സിമം കിട്ടാവുന്നത്, ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റിൽ മാക്സിമം കിട്ടാവുന്നത് 1.3x ആണ്. ദാറ്റ് ഇസ് $10 ഇട്ടാൽ അല്ലെങ്കിൽ $13 കിട്ടും, അല്ലെങ്കിൽ $1000 ഇട്ടാൽ $1300. അതാണ് മാക്സിമം. അതിലും കൂടുതലൊക്കെ പോവാം, പക്ഷെ അതേ കിട്ടുള്ളൂ.
ഓക്കെ ഓക്കെ. പിന്നെ സാറേ സാറിന്റെ മൊബൈൽ നമ്പർ ഒന്ന് വേണം. എന്തുകൊണ്ടാ ഏ ഏ വോയിസ് ബ്രേക്ക് ആവുന്നു. ഈ സിസ്റ്റം സാറിന്റെ നമ്പർ ഒന്ന് തരണം സാറേ, ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഒന്ന് വിളിക്കാൻ. അത് നിങ്ങളെ ഇതിലേക്ക് കൊടുത്തിട്ടുള്ള വ്യക്തികളെ വിളിക്കും. സാറിന്റെ പേര് എന്തിനാ സാറേ? ശിവദാസ് എന്നാണ്. എവിടെ തൃശ്ശൂരാണ് സ്ഥലം. ഓക്കെ. തൃശ്ശൂർ. ഞാൻ വേറെ മറുപടി വരാൻ വേണ്ടിട്ടല്ല ചോദിക്കുന്നത്. എന്റെ ഒരു നമ്മള് ക്ലാരിറ്റി കിട്ടാൻ. നമ്മള് ഒരു സൂം മീറ്റിംഗിൽ ഒരു എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ ഓക്കെ. നമ്മൾ മീറ്റിംഗിൽ നമ്മൾ മൊബൈൽ നമ്പർ മേടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ സ്പോൺസേഴ്സ് വഴി കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ ഓൾവേസ് റെഡിയാണ്. ഓക്കെ. അല്ല, പേര് ആളെ പറഞ്ഞാൽ മതിയല്ലോ, പിന്നെ ഞാൻ നോക്കിക്കോളാം, എത്തിക്കോളാം. ഓക്കെ, ബൈ സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാൻ? ഓൾറെഡി 10 മണി കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണ്, അല്ലെങ്കിൽ ഒന്നും ക്ലിയർ ആയിട്ടില്ല. എനിവേ, നോ പ്രോബ്ലം. അപ്പൊ നാളത്തെ സൂം മീറ്റിംഗ് നാളെ കാലത്ത് 11 മണിക്ക് നമുക്കൊരു ടെക്നിക്കൽ സെഷൻ ഉണ്ട്. എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ സംശയത്തിലുള്ള പൊട്ട ചോദ്യമായിരിക്കാം, അല്ലാത്ത ചോദ്യങ്ങളായിരിക്കും, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. മാക്സിമം ഫയർ ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഫയർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ക്ലാരിറ്റിയിൽ നമ്മളിത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പകുതി നോളജിൽ ഒരു കാര്യം ചെയ്യരുത്. അങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാർക്കറ്റിൽ പോകാൻ പാടില്ല. അതൊക്കെ വളരെയധികം കാരണം നമ്മൾ അത്രയ്ക്കും എന്താ പറയാ, ഈ ഒരു പ്രോജക്റ്റ് അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. എല്ലാവർക്കും നല്ല രീതിയിൽ വരുമാനം കിട്ടാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതിനെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഒരു ഷെയർ മാർക്കറ്റിനെ നിങ്ങൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതുപോലെ വേണം ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അതിനുള്ള സാധ്യത. പക്ഷെ ഇവിടെ ഷെയർ മാർക്കറ്റ്, നമ്മൾ നോർമലി ഉള്ള ഷെയർ മാർക്കറ്റും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ വില കയറുക മാത്രമേ ചെയ്യുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, യുദ്ധം വന്നാലും ശരി, ഇവിടെ വില കയറുകയുള്ളൂ. അപ്പൊ ആ ഒരു സെൻസിൽ വേണം ഈ ഒരു പ്രോജക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. ഇന്നിപ്പോ ഈവനിങ്ങിൽ ഞങ്ങൾ ആഫ്രിക്കയിലുള്ള, നൈജീരിയയിലുള്ള ഒരു ടീമായിട്ട് ഞങ്ങൾ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു മെയിൻ ലീഡർ ഉണ്ട്, പുള്ളിക്കാരൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ എക്സൈറ്റ്മെന്റ് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു 1.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു സൂം സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ ആര് ജോയിൻ ചെയ്താലും ശരി, നമ്മൾ ഇന്ത്യയിലോ കേരളത്തിലോ ഇരിക്കുന്നവർക്ക് മുഴുവൻ അവരുടെ കയ്യിലിരിക്കുന്ന ടോവയുടെ വില കൂടും. അപ്പൊ ഇനി ഇത് ഗ്ലോബലി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. വളരെയധികം കൺട്രീസിലേക്ക് അവിടെ മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇന്ന് വാങ്ങിച്ചാൽ ഇന്ന് തന്നെ 30% പ്രോഫിറ്റ് എടുക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. അപ്പൊ അത് അത്രയും നല്ല രീതിയിൽ എത്തിക്കലായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യണം. ഗ്രീഡിനെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല. എന്തൊക്കെയാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ്. നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോം എക്കാലവും ഉണ്ടാവും. നശിപ്പിച്ച് കളയരുത്. എല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. നാളെ ഉച്ചയ്ക്ക് 11 മണിക്ക് ഉള്ള സൂം മീറ്റിംഗിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഓൾ.